ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നുസീഫ് ടെക് വ്ലോഗ് ചാനൽ. നുസീഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു കോർഡ്ലെസ് ഡ്രില്ലറാണ്. അതായത് ഇൻകോൻ്റെ ഒരു വയർലെസ് ഡ്രില്ലറാണ് കേട്ടോ. ഇത് 20 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹാൻഡ് ഡ്രില്ലറാണ്. ഈ പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിയത് ഒരു ഷീറ്റ് വർക്കിന് സെൽഫ് ബോൾട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ഏരിയ സെൽഫ് അടിക്കാണ്ട്, അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിപ്പോൾ സെൽഫ് ബോൾട്ട് അടിക്കാൻ മാത്രമല്ല, നമുക്ക് ഡ്രില്ല് ചെയ്യാനും സ്ക്രൂ ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. കാരണം കുറച്ച് പവർ കൂടിയ ഒരു ടൈപ്പ് ആണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഈ 20 വാട്ട്സ് ആകുമ്പോൾ അത്യാവശ്യം പവർ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാണുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് ബിറ്റുകളാട്ടോ. സ്ക്രൂ ചെയ്യാനുള്ളതും പിന്നെ ഡ്രില്ല് ചെയ്യാനുള്ള കുറച്ച് ബിറ്റുകളുണ്ട്. പിന്നെ കുറച്ച് സ്ക്രൂവും ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ബോക്സ് അവരുടെ ഈ വലിയ ബോക്സിൻ്റെ കൂടെ വരുന്നതാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ ആദ്യത്തെ യൂസിങ് ആട്ടെന്ന് ഇന്ന് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ് ഈ നമ്മുടെ ഇൻകോൻ്റെ ഈ ഹാൻഡ് ഡ്രില്ലർ. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡ്രില്ലർ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയതാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുറേ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും കുറച്ച് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോസിലൂടെ പറഞ്ഞു പോകാം. ഈ കാണുന്നതാണ് ഈ ഡ്രില്ലറിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി കേട്ടോ. ഇതുപോലത്തെ 2 ബാറ്ററി നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണാം ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ലിഥിയം അയൺ ബാറ്ററിയാണിത്. പിന്നെ ബാറ്ററിക്കും ഒരു മോഡൽ നമ്പർ വരുന്നുണ്ട് കേട്ടോ, അതും ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 20 വാട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബാറ്ററിയിൽ തന്നെ ഒക്കെ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. ഇൻകോൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സാധനം. അതായത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ കയ്യിൽ പിടിക്കണ ഹാൻഡ് ഡ്രില്ലറിൻ്റെ പിടിക്കണ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ ഭാഗങ്ങൾ റബ്ബറിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൈ കുറച്ച് വിയർത്ത് കഴിഞ്ഞാലും കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോവാത്ത രീതിയിലുള്ള ഒരു ഗ്രിപ്പിംഗ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് CIDLI 20031 എന്നുള്ള ഒരു മോഡലിലുള്ള ഡ്രില്ലറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരത്തിലൊരു ബോക്സിലാണ് നമുക്ക് ഈ ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ കാണാൻ നമുക്ക് ഇതിൻ്റെ ചാർജറാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാർജറിൻ്റെ ബാക്കിലും ഒരു മോഡൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ചാർജർ ഒരു മോഡൽ നമ്പറാണ്, ബാറ്ററിക്ക് വേറൊരു മോഡൽ നമ്പറാണ്, ഡ്രില്ലറിന് വേറൊരു മോഡൽ നമ്പറാണ്. എല്ലാത്തിനും മോഡൽ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബോക്സിലായിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കിട്ടിയ 2 ബാറ്ററികളാണിത്. ഇനി ഈ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററിയിൽ തന്നെ ഒരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് തെളിയുന്നതായിട്ടും 3 ലൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫുൾ ചാർജാണ് ഇതിൽ കാണിക്കുന്നത്. ചാർജ് കുറയുന്നതനുസരിച്ച് LED ലൈറ്റിൻ്റെ ബ്ലിങ്കിൻ്റെ നമ്പർ കുറയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് അറിയാനുള്ള സെറ്റപ്പ്. നമ്മൾ പ്രസ് ചെയ്താലാണ് ചാർജിങ് അറിയുക. പിന്നെ കൂടെയുള്ള ഈ ചാർജർ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ചാർജറാട്ടോ. അതായത് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു ചാർജറാണ്. അതായത് ഒരു ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തീരുമ്പോഴേക്കും നമ്മളെ മറ്റേ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ ബോക്സിനകത്ത് ഒരു യൂസർ മാനുവലിൻ്റെ ഒരു കാർഡും കാണാം. പിന്നെ നമുക്ക് ഇതൊരു 6 മാസത്തെ ഗ്യാരണ്ടിയിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6 മാസത്തെ ഗ്യാരണ്ടി ഉള്ളൂ. പിന്നെ ഇത്തരത്തിലൊരു ബോക്സിലാട്ടോ സംഭവം വന്നത്. നല്ല അടിപൊളി ഒരു ബോക്സാണിത്. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ് ഈ ഡ്രില്ലറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജറിൽ ചാർജ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിതിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ബ്ലിങ്കിങ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയത് നമുക്കറിയാം. പിന്നെ ചാർജറിൻ്റെ മുകളിൽ തന്നെ വേറെ 2-3 ഇൻഡിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. അതായത് ബാറ്ററിയുടെ ഹെൽത്ത് അറിയാനുള്ള ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത്. അതായത് ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമുക്ക് ഈ ഇൻഡിക്കേഷൻ വഴി അറിയാൻ കഴിയും. ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് ഈ കാണുന്ന ഡ്രില്ലറാണ്. ഇത് മക്കീത്തയുടെ ഒരു വയറ് വഴി ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലറാണ്. അത്യാവശ്യം പവറുള്ള ഒരു സാധനം തന്നെ ഇട്ടതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതും കുറേ കാലം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. മക്കീത്ത എന്ന് പറഞ്ഞ കമ്പനി നല്ല ടോപ്പ് കമ്പനിയാണ്. അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് മക്കീത്ത എന്ന കമ്പനിയുടെ സാധനങ്ങൾ. അപ്പോൾ ഈ ഐറ്റമാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഒഴിവാക്കണില്ല കേട്ടോ. ഇതും നമുക്ക് അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്. കോർഡ്ലെസ് വന്ന് വെച്ചിട്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല.
പിന്നെ നമ്മൾ ഈ ഡ്രില്ലറിൽ ബാറ്ററി റിമൂവ് ചെയ്യേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ബ്ലാക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡ്രില്ലറിൽ ഈ ബാറ്ററി റിമൂവായി വരും. പിന്നെ ഇതിനകത്ത് ഒരു 3 പിന്നാണുള്ളത്. ഇനി ബാറ്ററി തിരിച്ചിടാൻ വേണ്ടിയിട്ട് അതിലോട്ട് കറക്റ്റ് സൂട്ടാക്കി വെച്ചതിന് ശേഷം ഒന്ന് തള്ളി വിട്ടാൽ മതി. ടിക്ക് എന്നുള്ള ഒരു സൗണ്ടോട് കൂടി ബാറ്ററി ലോക്കാവുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. പിന്നെ വരുന്നത് ഡ്രില്ലറിന് 3 മോഡാണ് വരുന്നത്. അതായത് അതിൽ ഫസ്റ്റ് മോഡെന്ന് പറയുന്നത് സ്ക്രൂ ചെയ്യാനുള്ള ഒരു മോഡാണ്. പിന്നെ വരുന്നത് സെൻറ്ററിൽ വരുന്നത് നോർമൽ ഡ്രില്ലിങ്, പിന്നെ വരുന്നത് ഹാമർ ഡ്രില്ലിംഗ് ആണ്. പിന്നെ ഈ ഡ്രില്ലറിൻ്റെ മുകളിലായിട്ട് നീക്കണ ടൈപ്പ് ഒരു സ്വിച്ച് കാണാം, ഒരു ബ്ലാക്ക് കളറിൽ. അത് 1, 2 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് ഒരു ഗിയർ സിസ്റ്റമാണത്, ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഗിയറാണ്. അപ്പോൾ ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നല്ല ഇത് തിരിയണ ആ പവർ നല്ല സ്ട്രോങ് ആയിരിക്കും. അത് ഫസ്റ്റ് ഗിയറിലിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നെ ബാറ്ററി പെട്ടെന്ന് തീരാനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട്. കാരണം കൂടുതൽ പവർ വലിക്കും ഈ ഡ്രില്ലർ. അപ്പോൾ മാക്സിമം സെക്കൻഡിലിട്ട് ഉപയോഗിക്കായിരിക്കും നല്ലത്. പിന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഡ്രില്ലറിൻ്റെ ചക്കുമെന്ന് ബിറ്റ് ഊരാനും പിന്നെ ഡ്രില്ലിങ് സോക്കറ്റ് ഊരാനൊക്കെ അത് കീലെസ് ആണ്. അത് പ്രത്യേകിച്ച് കീ ഒന്നുമില്ല. നമ്മളത് കൈകൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റിവേഴ്സ് ഇട്ടിട്ട് അടിച്ചാൽ നമുക്കത് ലൂസായി കിട്ടും. സോക്കറ്റും ബിറ്റൊക്കെ അങ്ങനെയാണ് ഊരണത് ഇതിമെന്ന്. അതായത് മറ്റേ നമ്മളെ വേറെ സാധാ ഡ്രില്ലറിൽ കാണുന്ന അതുമാതിരത്തെ കീ ഒന്നുമില്ല, കീട്ട് തിരിച്ച് ഊരണ സെറ്റപ്പ് അല്ല ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഡ്രില്ലറിൽ കാണാൻ കഴിയുന്നത് ഈ വൈറ്റ് കളറിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സെക്ഷനാണ്. ഇതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതായത് ഇത് സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ സ്ക്രൂ ടൈറ്റായി കഴിഞ്ഞാൽ ആ സ്ക്രൂവിനെ എത്രത്തോളം ടൈറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. കാരണം അത് കൂടുതൽ നമ്പറിലിട്ട് വെച്ചാൽ അത്രയും സ്ട്രോങ്ങിൽ അത് ടൈറ്റ് ചെയ്യും. പിന്നെ ടൈറ്റായി കഴിഞ്ഞിട്ട് പിന്നെ അതിന് ത്രെഡിൽ നിന്ന് മാറി സ്ക്രൂവിൻ്റെ ആ മൈനസ് സ്റ്റാർ കാണുന്ന ത്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഇതിവിടെ സെറ്റ് ചെയ്യുക. ഇത് കുറഞ്ഞ നമ്പറിലിട്ട് വെച്ചാൽ ഒരു നിശ്ചിത അളവിൽ സ്ക്രൂ ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രൂവിനെ ഡ്രില്ലർ ടൈറ്റ് ചെയ്യില്ല. പിന്നെ ചക്ക് റൊട്ടേറ്റ് ചെയ്യാതെ ചക്ക് ഫ്രീ ആവും. ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് മാക്സിമം നല്ലൊന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും. അതായത് ഫുള്ള് സ്ക്രൂവിനെ ഓവർ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ത്രെഡൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ കുറേയൊക്കെ സ്പെയറുകൾ അവൈലബിൾ ആണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ സ്പെയറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ നമുക്കിപ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴേലൊക്കെ കംപ്ലയിൻറ്റ് വന്ന് നമ്മളിത് സർവീസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയുള്ളൂ. അതിപ്പോൾ പിന്നീട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ സർവീസ് എങ്ങനെയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഫ്രണ്ട്, റിവേഴ്സ്, ലോക്ക് ഇങ്ങനെ 3 സെറ്റിങ്സ് ചെയ്യാൻ വേറെ ബട്ടനും കൂടി ഉണ്ട്. നമ്മൾ പിടിക്കണ ഗ്രിപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബട്ടൺ കാണാം. അത് സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് റിവേഴ്സും പിന്നെ ഒരു സൈഡിലോട്ട് ഫോർവേഡ്, പിന്നെ സെൻറ്ററിലേക്ക് ആക്കി കഴിഞ്ഞാൽ ലോക്കാവും. പിന്നെ ട്രിഗർ പ്രസ് ചെയ്താൽ പ്രസ് ആവില്ല. എത്ര പെട്ടെന്നല്ലേ നേരെ അപ്പുറത്തേക്ക് പവറുണ്ട് കേട്ടോ. അപ്പോൾ അമർ മോഡ് അല്ലായിരുന്നു അല്ലേ? വേറെ തുളച്ച അമർ മോഡിലിട്ടിട്ട് ഇപ്പോൾ സ്ക്രൂവിൻ്റെ ഇത് അമർ മോഡിലിട്ടാണ്. അമർ മോഡിലിട്ടിട്ട് ഇപ്പോൾ നോക്കണം നമ്മൾ. ഇനി നമുക്ക് ഷീറ്റിനെ ഒരു സെൽഫ് ബോൾട്ട് അടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
കുറച്ച് ഷീറ്റുകൾ ഞങ്ങൾ സെൽഫ് ബോൾട്ട് അടിച്ചു. ഇനി കാണുന്ന ഈ ഏരിയ മൊത്തം ഞങ്ങൾക്ക് ഈ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സെൽഫ് ബോൾട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചതിൽ ഈ സാധനം നല്ല സ്ട്രോങ് സാധനം കേട്ടോ, അടിപൊളി സാധനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ സർവീസിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്കിത് നേരാക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതി അത് പിന്നീട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും സംഭവം അടിപൊളി കേട്ടോ, നല്ല സ്ട്രോങ് ഉണ്ട്, പെട്ടെന്ന് ഡ്രിൽ ആവുന്നുണ്ട്, പെട്ടെന്ന് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബിറ്റുകൾ വന്നിട്ടുള്ളത് കോൺക്രീറ്റിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റിയ ബിറ്റ്, പിന്നെ ചുമരിൽ ഡ്രില്ല് ചെയ്യുക ഇവർ ഇതിൽ ബോക്സിൽ തന്ന ബിറ്റുകൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ഈ ഇരുമ്പ് പൈപ്പുകൾക്കോ അങ്ങനെ ഇരുമ്പിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റിയ ബിറ്റുകളും ഇവർ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ വുഡിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റിയ ബിറ്റുകൾ കൂടില്ല. പിന്നെ ഈ ടൈപ്പ് ഡ്രില്ലർ സെലക്ട് ചെയ്യാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത്യാവശ്യം ഷീറ്റ് ഒരുപാട് ഏരിയ സെൽഫ് ബോൾട്ട് അടിക്കാണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഡ്രില്ലർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്റ്റൻഷൻ ബോർഡുമുള്ള കുറേ വയറുകളും അതൊക്കെ പാടെ നമ്മൾ വലിച്ച് ഷീറ്റിൻ്റെ മുകളിലൂടെ വലിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഡ്രില്ലർ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു റിസ്ക് പിടിച്ച പരിപാടി മാത്രമല്ല, ഒരു അപകട സാധ്യതയും അതിലുണ്ട്. കാരണം നമ്മൾ ഈ എക്സ്റ്റൻഷൻ ബോർഡ് വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ വയറ് എവിടെയെങ്കിലുമൊക്കെ ഷീറ്റുമ്പോൾ തട്ടി ഒന്ന് കട്ടാവുക എന്തെങ്കിലും ചെയ്താൽ ഷീറ്റിൻ്റെ മുകളിലൂടെയും അതിൻ്റെ നമ്മൾ ചെയ്ത പൈപ്പിൻ്റെ മുകളിലൂടെയൊക്കെ കറണ്ട് പാസ് ചെയ്തിട്ട് ഷോക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഇതുപോലത്തെ വർക്ക് എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ, അത് നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എവിടേക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ കൂടിയും കഴിയില്ല, ഇരുന്നോടത്തിരുന്ന് ഷോക്ക് ഏൽക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു അപകടം ഒഴിവാക്കാനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനൊരു ഡ്രില്ലർ സെലക്ട് ചെയ്തത്. പിന്നെ ഈ ഡ്രില്ലറിന് വരുന്ന പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിന് വരുന്ന വില വന്നിട്ടുള്ളത് 6400 രൂപക്കാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരെയും നുസിഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.